കഥയെ ആരംഭിക്കുന്നത് ഡോക്ടർ കോഹനെയും സംഘത്തെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവരൊരു സയന്റിസ്റ്റ് ഗ്രൂപ്പായിരുന്നു. അവരുടെ കമ്പനി ബ്ലാക്ക് റോക്ക് എന്ന പേരിൽ പുതിയൊരു കണ്ടുപിടുത്തം തന്നെ നടത്തിയിട്ടുണ്ട്. VR ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഫൈറ്റിംഗ് റോബോട്ടായിരുന്നു അത്. അതിനെപ്പറ്റി വളരെയധികം വിശദമായി തന്നെ ഡോക്ടർ കോഹനും സംഘവും വിശദീകരിച്ചു. ഇൻവെസ്റ്റർ ഹാപ്പിയാവുകയും ചെയ്തു. ആ പുതിയ ടെക്നോളജി ലോകത്തെ തന്നെ മാറ്റിമറിക്കുമായിരുന്നു. കഥ അവിടെ നിന്നും ആന്റണി എന്നു പേരുള്ള സമ്പന്നനായ ഒരു വ്യക്തിയിലേക്ക് തിരിയുന്നു. ആന്റണി എന്തോ പ്രതിസന്ധിയിലായിരുന്നു. ജീവന് തന്നെ ഭീഷണിയുണ്ട്. അതുകൊണ്ട് തന്റെ സുരക്ഷയ്ക്ക് ഒരുപാട് സെക്യൂരിറ്റി ഗാർഡുകളെ, ഒരു പ്രൊഫഷണൽ സെക്യൂരിറ്റി ടീമിനെ തന്നെ ആന്റണി നിയോഗിച്ചിരുന്നു. ആന്റണിയെ സെക്യൂരിറ്റി ടീം സുരക്ഷാ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് വണ്ടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ പോകുന്ന വഴിക്ക് അവർക്കെതിരെ ഒരു ഗ്രനേഡ് ആക്രമണം നടന്നു. സെക്യൂരിറ്റി ഗാർഡുകളിൽ പലർക്കും സാരമായി പരിക്കേറ്റു. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് മാസ്ക് വെച്ച ഒരു സംഘം കടന്നു വരുന്നത്. അവർ ആന്റണിക്കും ആന്റണിയുടെ സെക്യൂരിറ്റി ഗാർഡുകൾക്കുമെതിരെ ശക്തമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഷൂട്ടൌട്ട് തന്നെ ആരംഭിച്ചു. ഒടുവിൽ അവിടെ ഒരു സ്മോക്ക് ബോംബിട്ട് ബാക്കിയായ സെക്യൂരിറ്റി ഗാർഡുകൾ ആന്റണിയുമായി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നിരുന്നാലും വഴിയിൽ ശത്രുക്കളെ അവർക്ക് എതിരിടണമായിരുന്നു. അവരുടെ കൂട്ടത്തിലെ പ്രധാന ലീഡർ ശക്തമായി ശത്രുക്കളോട് ഏറ്റുമുട്ടി. ടീം ലീഡർ സിയു ആയിരുന്നു അത്. കുറച്ച് ഗാർഡുകളും ആന്റണിയും സിയുവും മാത്രം ബാക്കിയായി. പക്ഷേ പിന്നാലെ ശത്രുക്കൾ വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ തുടങ്ങി. അതോടെ ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തു കടന്നാലേ രക്ഷപ്പെടാൻ സാധിക്കൂ എന്നൊരവസ്ഥ വരികയാണ്. ആന്റണിയുമായി സിയു റൂഫ് ടോപ്പിലേക്ക് ഓടിക്കയറി. അവിടെ നിന്ന് അടുത്ത ബിൽഡിംഗിലേക്ക് നീളുന്ന ഒരു പാലം പോലുള്ള ഒന്നുണ്ട്. അതിലൂടെ ആന്റണിയെ സുരക്ഷിതമായി അടുത്ത ബിൽഡിംഗിൽ എത്തിക്കാം എന്നായിരുന്നു സിയു പദ്ധതിയിട്ടത്. പക്ഷേ ആന്റണിക്ക് ഹൈറ്റ് പേടിയാണ്. പിന്നിലാണെങ്കിൽ ശത്രുക്കൾ വന്നെത്തിക്കൊണ്ടിരിക്കുന്നു. ആന്റണി മടിച്ചു നിന്നപ്പോൾ മറ്റു വഴിയില്ലാതെ അവിടുത്തെ ഗ്ലാസ് തകർത്ത് സിയു ആന്റണിയെ പാലത്തിന്റെ മുകളിലേക്ക് വലിച്ചിട്ടു. പിന്നാലെ അങ്ങോട്ടേക്ക് ചാടിയിറങ്ങി ആന്റണിയുമായി സിയു മുന്നോട്ട് പോവാൻ ആരംഭിച്ചു. പക്ഷേ അപ്പോഴേക്കും ശത്രുക്കൾ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവർ വെടിയുതിർക്കാൻ ആരംഭിച്ചു. ആന്റണിയുടെ കാലിൽ വെടിയേറ്റു. ആന്റണി ഉരുണ്ട് താഴേക്ക് വീഴുവാനും പോയി. സിയു ആന്റണിയെ തന്റെ കയ്യിൽ പിടിച്ചു നിർത്തി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സെക്യൂരിറ്റി ടീമിന്റെ ഹെലികോപ്റ്റർ സപ്പോർട്ട് എത്തിയിരുന്നു. അറ്റാക്കേഴ്സിനെതിരെ ഹെലികോപ്റ്ററിൽ നിന്ന് ബാക്കപ്പ് കിട്ടിയതോടെ അറ്റാക്കേഴ്സ് വെടിയേറ്റു വീണു. വളരെയധികം കഷ്ടപ്പെട്ട് വീഴാൻ നിന്ന ആന്റണിയെ സിയു പൊക്കിയെടുത്തു. ഒടുവിൽ ആ ഡ്രോപ്പ് ബ്രിഡ്ജിൽ നിന്ന് രണ്ടുപേരെയും സെക്യൂരിറ്റി ടീം വന്ന് രക്ഷപ്പെടുത്തി. പിന്നീട് കുറച്ചാഴ്ചകൾക്ക് ശേഷം പരിക്കേറ്റിരുന്ന സിയു വീട്ടിൽ റെസ്റ്റിലാണ്. മകൾ ഫാങ്ങിനൊപ്പം കുറച്ച് ക്വാളിറ്റി ടൈം അയാൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫാങ്ങിനെ വല്ലപ്പോഴും മാത്രമേ അവനെ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. ഭാര്യയും അവനടുത്ത് വന്ന് സംസാരിച്ചു. അവന്റെ ജോലിയെ പറ്റിയോർത്ത് ഭാര്യയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. റിസ്കായ ഈ ജോലി ഉപേക്ഷിക്കൂ എന്ന് ഭാര്യ അവനോട് ആവത് പറഞ്ഞു. പക്ഷേ സിയുവിന് അതങ്ങനെ ഉപേക്ഷിക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. ഭാര്യ ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് സ്കോർപ്പിയൻ ടാറ്റു ഒക്കെ പതിപ്പിച്ച് ഒരു മനുഷ്യൻ കയ്യിലൊരു ബോക്സുമായി വന്നിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് സിയുവിന്റെ ഭാര്യ മുറിക്കകത്തേക്ക് നടന്നു വന്നു. അവളുടെ കയ്യിൽ ആ ബോക്സ് ഉണ്ടായിരുന്നു. കഴുത്തിൽ അറ്റാച്ച് ചെയ്ത നിലയിൽ ആ ബോക്സ് പിടിപ്പിക്കപ്പെട്ടിരുന്നു. യാഥാർത്ഥ്യത്തിൽ അതൊരു ബോംബായിരുന്നു. ആന്റണിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ആ വ്യക്തികളുണ്ടല്ലോ, അവരുടെ പ്രതികാര നടപടിയായിരുന്നു അത്. ബോംബിന്റെ കൗണ്ട് ഡൗൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തന്റെ ഭർത്താവിന് തന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭർത്താവിനെയും മക്കളെയും രക്ഷപ്പെടുത്താൻ അവൾ തീരുമാനിച്ചു. മുറിക്കകത്ത് കയറി വാതിലടച്ചു. സിയു എത്ര വിളിച്ചിട്ടും അവർ വാതിൽ തുറന്നില്ല. മകൾ പോയി വാതിലിൽ മുട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ ഉഗ്രശബ്ദത്തോടെ സ്ഫോടനം നടന്നു. ആ സ്ഫോടനത്തിൽ സിയുവിന്റെ ഭാര്യ കൊല്ലപ്പെട്ടു. മകൾക്ക് സാരമായി പരിക്കേറ്റു. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം സിയു അമേരിക്കയിലേക്ക് താമസം മാറ്റിയിരുന്നു. തന്നെ തിരക്കി അറ്റാക്കേഴ്സ് വരും എന്ന ഭയം കൊണ്ടും ഭാര്യ പറഞ്ഞ കാര്യം കൊണ്ടുമായിരുന്നു അവൻ അമേരിക്കയിലേക്ക് താമസം മാറിയത്. തന്റെ പഴയ ജോലി അവൻ പൂർണ്ണമായും ഉപേക്ഷിച്ചു. അവന്റെ മകൾക്ക് അംഗവൈകല്യം സംഭവിച്ചിരുന്നു. മകളെ സംരക്ഷിച്ച് ഒരു ഇലക്ട്രീഷ്യനായി ജോലി ചെയ്ത് അമേരിക്കയിൽ സിയു ഇപ്പോൾ ജീവിക്കുകയാണ്. മാത്രമല്ല സിയുവിന്റെ മുമ്പിൽ മറ്റൊരു പ്രധാന പ്രശ്നവുമുണ്ട്. ആ ബോംബാക്രമണത്തിൽ മകൾക്കേറ്റ പരിക്കൽ തലയിലൊരു ബ്ലഡ് കൂട്ടുമുണ്ടായിട്ടുണ്ടായിരുന്നു. വളരെയധികം അപകടം പിടിച്ച അവസ്ഥയാണ്. എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം. പക്ഷേ അതിനുള്ള പണം സിയുവിന്റെ പക്കലില്ല. പണത്തിനായി ബാങ്കിലൂടെയും മറ്റുമായി പല വഴിയിൽ സിയു ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്ന സിയുവിന് അന്നന്നത്തെ വരുമാനം അന്നന്നത്തെ ചിലവിന് മാത്രമേ തികഞ്ഞിരുന്നുള്ളൂ. പതിവ് പോലെ തന്റെ ഇലക്ട്രീഷ്യൻ പണിക്ക് അടുത്ത ദിവസം അവൻ പോയി. ഒരു ബാറിലായിരുന്നു വർക്കുണ്ടായിരുന്നത്. പെട്ടെന്നൊരു ലേഡിയുടെ കരച്ചിൽ കേട്ടു. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കരച്ചിലാണ്. തൊട്ടടുത്ത
തൊട്ടടുത്ത ബാത്റൂമിൽ നിന്നാണ് കേൾക്കുന്നത്. സിയോ അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. മദ്യപിച്ച് മതോന്മത്തനായ ഒരു മനുഷ്യൻ ഒരു ലേഡിയെ ആക്രമിക്കുകയായിരുന്നു. സിയോ അയാളെ പിന്മാറ്റി. അയാൾ സിയുവിനെ ആക്രമിക്കാൻ വന്നതും നോക്കി നിൽക്കാൻ അവന് സാധിക്കുമായിരുന്നില്ല. അയാളെ സിയു അടിച്ചു വീഴ്ത്തി. സിയു പുറത്തേക്ക് വന്നപ്പോ അയാളുടെ കൂടെയുണ്ടായിരുന്ന ആളുകൾ സിയുവിനെ ആക്രമിക്കാനായി മുന്നിട്ട് വന്നു. അവിടെ നിന്ന് സിയുവിനെ രക്ഷപ്പെടണമെങ്കിലും ആ ലേഡിയെ രക്ഷപ്പെടുത്തണമെങ്കിലും അവരോട് ഏറ്റുമുട്ടിയേ പറ്റൂ. താൻ മറക്കാൻ ശ്രമിക്കുന്ന തന്റെ പഴയ കഴിവുകൾ സിയു ഓർത്തെടുത്തു. പിന്നെ അവിടെ നടന്നത് കനത്ത ഒരു ഏറ്റുമുട്ടലായിരുന്നു. ഫൈറ്റൊക്കെ കഴിഞ്ഞ ആ ലേഡിയെ രക്ഷപ്പെടുത്തിയ ശേഷം ഒരു നന്ദി പോലും വാങ്ങാതെ അവൻ അവിടെ നിന്ന് പോരുകയും ചെയ്തു. അടുത്ത ദിവസം സിയോ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. വീടെത്തിയപ്പോ ഫ്രണ്ട് ഡോർ തുറന്നു കിടക്കുന്നു. വല്ലാതെ സിയോ ഭയന്നു. അകത്ത് മകളുണ്ടായിരുന്നതാണ്. കയ്യിലൊരു ആയുധവും എടുത്ത് അക്രമകാരികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ച് സിയോ അകത്തേക്ക് കയറി. അകത്തെത്തിയപ്പോ താൻ ഇന്നലെ രക്ഷപ്പെടുത്തിയ ലേഡി മകളോട് അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നാലെ സിയോയും ആ ലേഡിയും സംസാരിച്ചു. തന്നെ തലേന്ന് രക്ഷപ്പെടുത്തിയതിന് ആ ലേഡി സിയോയോട് നന്ദി പറഞ്ഞു. കൂട്ടത്തിൽ അവൾ പറയുകയാണ്, ഇന്നലെ നിങ്ങളുടെ ഫൈറ്റിംഗ് സ്കില്ലൊക്കെ ഞാൻ കണ്ടിരുന്നു. നിങ്ങൾക്ക് പറ്റിയൊരു ജോലി എനിക്ക് ഓഫർ ചെയ്യാൻ സാധിക്കും. അവർ അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും സിയോയുടെ മകൾ ഫാങ്ങിന്റെ മുറിയിൽ ആരോ വീഴുന്ന ശബ്ദം കേട്ടു. അവർ ഓടി അങ്ങോട്ടേക്ക് ചെന്നു. ഫാങ് നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. ഫാങ്ങിനെ വേഗത്തിൽ മയക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ സിയോ ശ്രമിച്ചെങ്കിലും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ ലേഡിക്ക് മെഡിക്കൽ പശ്ചാത്തലമുണ്ടായിരുന്നു. ആ ലേഡി ചില പ്രവൃത്തികൾ ചെയ്തതോടെ പെട്ടെന്ന് അവൾ കണ്ണു തുറന്നു. ഫാങ്ങിനെ പറ്റിയുള്ള വിവരങ്ങൾ ആ ലേഡി മനസ്സിലാക്കിയിരുന്നു. അടുത്ത ദിവസം സിയോ തന്റെ ജോലിയിലായിരിക്കുമ്പോൾ ബാങ്കിൽ നിന്ന് അവനൊരു കോള് വന്നു. ഫാങ്ങിന്റെ ഓപ്പറേഷന് വേണ്ടി അവൾ ഗ്യാരണ്ടി നിന്നിരുന്നു. ബാങ്ക് പണം കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. വൈകാതെ ഓപ്പറേഷന്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കോളൂ എന്ന് ബാങ്കിൽ നിന്ന് പറഞ്ഞു. സിയോ കഥ കേട്ടതും അവരോട് വല്ലാത്ത നന്ദി തോന്നി. അത്രയ്ക്ക് സ്ട്രേഞ്ചറായ ഒരാളിൽ നിന്നും തന്റെ ലൈഫിൽ അങ്ങനൊരു സന്തോഷം വരും എന്നൊരിക്കൽ പോലും സിയോ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും ആ ലേഡി തനിക്കിത്രയും ഉപകാരം ചെയ്തതാണല്ലോ. ആ ലേഡി പറഞ്ഞ ജോലിക്ക് വേണ്ടി ചെല്ലുവാൻ സിയോ തീരുമാനിച്ചു. ആ ലേഡി കൊടുത്ത കാർഡിലെ അഡ്രസ് മനസ്സിലാക്കി അടുത്ത ദിവസം മുടിയൊക്കെ വിട്ട് തയ്യാറായി സിയോ അങ്ങോട്ടേക്ക് ചെന്നു. അങ്ങനെ സിയോ അവൾ പറഞ്ഞ ഓഫീസിലെത്തി അവളെ കണ്ടു. ആ ലേഡിയുടെ പേര് എമി എന്നായിരുന്നു. എമി അവിടുത്തെ ഒരു സയന്റിസ്റ്റ് ആണ്. സാധാരണ ഒരു ബോഡി ഗാർഡ് ജോലിയൊന്നും ആയിരുന്നില്ല എമി സിയോക്ക് ഓഫർ ചെയ്തത്. അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ സ്യൂട്ട് ഓഫ് ആർമറിന്റെ പൈലറ്റ് ആവുക എന്നതായിരുന്നു സിയോയുടെ ജോലി. അതായത് VR ഒക്കെ ധരിച്ച് ആം സ്യൂട്ട് ഉപയോഗിക്കണം, റോബോട്ടിനെ കൺട്രോൾ ചെയ്യണം. അധികം വൈകാതെ സിയോ ആദ്യത്തെ ടെസ്റ്റിന് കയറി. വിർച്വൽ എൻവയോൺമെന്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ VR സെറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് ഒരു സംഗതിയായിരുന്നു അവരുടെ ആദ്യ ടെസ്റ്റായി അരങ്ങേറിയത്. ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോ സിയോ കാണുന്നത് തന്റെ മുമ്പിൽ തന്നെ ആക്രമിക്കാനെത്തിയ കുറേയധികം ആളുകളെയാണ്. ഒരു PUBG ഗെയിം പോലായിരുന്നു അത് തോന്നിയത്. സിയോക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് ഉണ്ട്, രാജ്ഞിയെ രക്ഷപ്പെടുത്തണം. സിയോ എതിരിലുള്ളവരുമായി ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. 5 മിനിറ്റ് ആയിരുന്നു സിയോക്ക് സമയം കൊടുത്തിരുന്നത്. സ്റ്റിമുലേഷൻ ഉപയോഗിച്ച് സിയോ ഫൈറ്റ് ചെയ്തു. 5 മിനിറ്റിനകം രാജ്ഞിയുടെ മുമ്പിലെത്തി. പക്ഷേ രാജ്ഞിയെ കണ്ടതും സിയോ ഞെട്ടിപ്പോയിരുന്നു. മുമ്പിൽ സിയോ കണ്ടത് തന്റെ ഭാര്യയെ തന്നെയാണ്. പെട്ടെന്ന് പഴയ ഓർമ്മകൾ വന്ന് പഴയ ട്രോമ അവനെ ബാധിക്കാനും ശ്വാസം മുട്ടാനും മറ്റും ആരംഭിച്ചു. സിയോ താഴെ വീണു. ഗാഡ്ജറ്റ്സുകൾ ഊരിയെറിഞ്ഞു. കയ്യിലുണ്ടായിരുന്ന മരുന്നെടുത്ത് കഴിച്ചു. അവിടെ നടക്കുന്ന എല്ലാ ടെസ്റ്റുകൾ കൊണ്ടും സിയോക്ക് മതിയായിരുന്നു. പുറത്തുണ്ടായിരുന്ന ഗാർഡിനോട് വാതിൽ തുറക്കാൻ സിയോ ഒച്ചയെടുത്തു. ഇതേസമയം പുറത്ത് ഗാർഡ് ഓതറൈസേഷന് ശ്രമിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ ഒരു പുകപടലം പടരാൻ ആരംഭിച്ചു. സിയോയെ അകത്ത് ലോക്ക് ചെയ്ത് ഗാർഡ് അവിടെ നിന്ന് മാറി. പിന്നാലെ അവിടെ വലിയൊരു പൊട്ടിത്തെറി സംഭവിച്ചു. ലാബിന്റെ ഡോറടക്കം തകർത്ത് കുറെ മാസ്ക്ധാരികൾ അങ്ങോട്ടേക്ക് കടന്നു കയറി വന്നു. അവിടെ സിയോ ഒഴികെയുണ്ടായിരുന്ന സിയോക്കൊപ്പം പരീക്ഷണത്തിനെത്തിയിരുന്ന ബാക്കി എല്ലാവരെയും മാസ്ക് വെച്ച അറ്റാക്കേഴ്സ് കൊലപ്പെടുത്തി. സിയോ അവിടെ ഒരു വെന്റിലേഷൻ ഡെക്റ്റിലേക്ക് വീണുപോയിരുന്നു. കടന്നു വന്ന അറ്റാക്കേഴ്സ് വിർച്വൽ റിയാലിറ്റി ഫെസിലിറ്റിയിൽ ബോംബ് വെച്ച് ഓരോന്നായി അവിടം തകർക്കാൻ ആരംഭിച്ചു. അവൻ ചെന്ന് വീണത് സപ്ലൈ റൂമിലേക്കായിരുന്നു. പരിക്കേറ്റിരുന്നതൊക്കെ അവൻ സ്വയം ചികിത്സിച്ചു. പിന്നാലെ അവിടെ നിന്ന് പുറത്തേക്ക് കടന്നു. അക്രമകാരികൾ കടന്നു കയറിയിട്ടുണ്ട് എന്ന് സിയോക്ക് വ്യക്തമായിരുന്നു. കൊല്ലപ്പെട്ട് കിടന്ന വ്യക്തിയുടെ അടുത്തു നിന്നും അവനൊരു തോക്ക് കൈവശപ്പെടുത്തി. പിന്നാലെ മുമ്പോട്ടേക്ക് നടന്ന് സർവൈലൻസ് റൂമിലെത്തി. അവിടെ നിന്നും ആ കാഴ്ച അവൻ നോക്കിക്കണ്ടു. ലാബിനകത്തേക്ക് കയറിയ അറ്റാക്കേഴ്സ് ഏമി അടക്കം അവിടെയുള്ള ശാസ്ത്രജ്ഞരെ മുഴുവൻ തോക്കിൻ മുനയിലാക്കി നിർത്തിയിരിക്കുകയാണ്. അവർ ഡെവലപ്പ് ചെയ്ത് കൺട്രോൾ ചിപ്പ് കൈവശപ്പെടുത്താനായിരുന്നു അറ്റാക്കേഴ്സ് എത്തിയിരുന്നത്. ഡോക്ടർ കോഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ചിപ്പ് തരാൻ അവർ ആവശ്യപ്പെട്ടു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ജീവൻ മുമ്പിൽ കണ്ട് അത് തരാമെന്ന് ഡോക്ടർ കോഹൻ സമ്മതിക്കുകയാണ്. ഡോക്ടർ കോഹൻ പിന്നാലെ കമ്പ്യൂട്ടർ സെറ്റ്
സെറ്റപ്പ് ആക്സസ് ചെയ്തു. അത് വെച്ച് മാത്രമേ ചിപ്പ് പുറത്തെടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ചിപ്പ് എടുത്തു തരാം എന്ന് പറഞ്ഞാണ് ഡോക്ടർ കോഹൻ പ്രവർത്തിച്ചതെങ്കിലും ഡോക്ടർ കോഹൻ ചെയ്തത് അവരോട് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഒരു സെൽഫ് ഡിസ്ട്രക്ടർ ഡോക്ടർ കോഹൻ ആക്ടിവേറ്റ് ചെയ്തു. ചിപ്പും ആ സിസ്റ്റവും അടക്കം മുഴുവൻ നശിച്ചു പോകുന്ന കൗണ്ട് ഡൗൺ ടൈമിംഗ് വെച്ചിട്ടുള്ള ഒരു സംഗതിയായിരുന്നു അത്. ഡോക്ടർ കോഹന് മാത്രമേ അതിന്റെ പാസ്വേഡ് അറിയുകയുള്ളൂ. അത് കണ്ടതും അറ്റാക്കേഴ്സിന് ദേഷ്യം വന്നു. ഡോക്ടർ കോഹനെ അവർ വെടിവെച്ചു കൊന്നു. ബാക്കിയുള്ളവരെ ബന്ദിയാക്കാൻ അറ്റാക്കേഴ്സിന്റെ തലവൻ ഉത്തരവിട്ടു. അവരും കൊല്ലപ്പെടും എന്നതൊക്കെ സർവൈലൻസ് ക്യാമറയിലൂടെ നോക്കിക്കണ്ട സിയോക്ക് തോന്നിയിരുന്നു. അറ്റാക്കേഴ്സിന്റെ ശ്രദ്ധ തിരിക്കാൻ സിയോ അവിടുത്തെ ഫയർ അലാം ഓൺ ചെയ്യുകയാണ്. അത് വർക്കായി. അറ്റാക്കേഴ്സിന്റെ ശ്രദ്ധ അലാമിലേക്ക് തിരിഞ്ഞു. പിന്നാലെ അറ്റാക്കേഴ്സിന്റെ തലവൻ തന്റെ വലം കയ്യൻ സ്റ്റീവൻ എന്ന വ്യക്തിയെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. പിന്നാലെ അവിടെയുള്ള ബാക്കി എല്ലാവരെയും കൊന്നുതള്ളിയേക്കാൻ ലീഡർ തന്റെ ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തു. ഇനിയും കാത്തു നിന്നാൽ മരിക്കും എന്നുറപ്പായതോടെ ഏമി മുമ്പിട്ട് വന്നു. തനിക്ക് കാര്യങ്ങൾ അറിയാമെന്നും താനാ സെൽഫ് ഡിസ്ട്രക്ഷൻ നിർത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കാമെന്നും ഏമി പറഞ്ഞു. അങ്ങനാണെങ്കിൽ ബാക്കി ആരെയും കൊല്ലരുത് എന്നും ഏമി ആവശ്യപ്പെട്ടപ്പോ ലീഡർ അതിന് സമ്മതിച്ചു. ഇതേസമയം മറുവശത്ത് സിയോ വഴിയിലുണ്ടായിരുന്ന അറ്റാക്കേഴ്സിലെ ഗാർഡുകളിൽ കുറച്ചുപേരെ കൊന്നിരുന്നു. അവരുടെ യൂണിഫോമും അവൻ എടുത്തണിഞ്ഞു. അത് വെച്ച് കൂടുതൽ ആളുകളെ കൊല്ലാനും അവന് കഴിഞ്ഞു. പക്ഷെ ഒരു ഘട്ടത്തിൽ സ്റ്റീവന് മുമ്പിലേക്ക് സിയോ എത്തിച്ചേരുകയാണ്. സ്റ്റീവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോഡുവേഡിലായതുകൊണ്ട് സിയോക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ പറയണ്ടല്ലോ, ഒരു ഘട്ടത്തിൽ അവർ തമ്മിൽ ഒരു ഫൈറ്റ് അരങ്ങേറി. ഏറ്റവും ഒടുവിൽ തന്റെ കരുത്തുകൊണ്ട് സ്റ്റീവനെ അവൻ അടിച്ചിടുകയാണ്. ബന്ദികളായിട്ടുള്ളവർ കൊല്ലപ്പെടുന്നതിന് മുമ്പ് സെൽഫ് ഡിസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് സിയോക്ക് ലാബിലേക്ക് എത്തിച്ചേരണമായിരുന്നു. അതിന്റെ വഴി മനസ്സിലാക്കി സിയോ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. പക്ഷേ ഇതേ സമയം സെൽഫ് ഡിസ്ട്രക്ഷൻ നിർത്താൻ ശ്രമിച്ചിരുന്ന ഏമിക്ക് ഡോക്ടർ കോഹൻ ഉപയോഗിച്ചിരുന്ന സീക്രട്ട് കോഡ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സെൽഫ് ഡിസ്ട്രക്ഷൻ ഏറെക്കുറെ കംപ്ലീറ്റഡ് ആവാറായി. അറ്റാക്കേഴ്സിന്റെ ലീഡറിന് ദേഷ്യം വന്നിരുന്നു. നീ തന്നെ ആദ്യം മരിക്കി എന്ന് പറഞ്ഞ് ഏമിയുടെ തലയിലേക്ക് അയാൾ തോക്ക് ചൂണ്ടി. പക്ഷേ ഭാഗ്യവശാൽ അയാൾ വെടിയുതിർക്കുന്നതിന്റെ തൊട്ടുമുമ്പ് പാസ്വേഡ് കൃത്യമായി അടിക്കാനും സെൽഫ് ഡിസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്യാനും ഏമിക്ക് കഴിഞ്ഞു. അതോടെ ചിപ്പ് പുറത്തെത്തി. ആ ചിപ്പ് അറ്റാക്കേഴ്സ് കരസ്ഥമാക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും അവിടെയുള്ളവരെ വെറുതെ വിടാൻ അവർ തീരുമാനിച്ചിരുന്നില്ല. ചിപ്പ് കയ്യിൽ കിട്ടിയതും അറ്റാക്കേഴ്സിന്റെ ലീഡറിന്റെ സ്വഭാവം മാറി. എല്ലാവരെയും കൊന്നുതള്ളിയേക്കാൻ അയാൾ ഉത്തരവിട്ടു. കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് സിയുവിനും മനസ്സിലായിരുന്നു. സിയു ഒട്ടും മടിച്ചല്ല. സ്റ്റീവിനെ അടിച്ചിട്ടിരിക്കുകയാണല്ലോ. സ്റ്റീവിനെ അവൻ ബന്ദിയാക്കി. അറ്റാക്കേഴ്സിന്റെ ലീഡറിനെ വിളിച്ചു. സ്റ്റീവിനെ ജീവനോടെ വേണമെങ്കിൽ ബാക്കിയുള്ളവരെ കൊല്ലരുത് എന്നാവശ്യപ്പെട്ടു. അറ്റാക്കേഴ്സിന്റെ ലീഡർ അത് അംഗീകരിക്കുകയാണ്. സ്റ്റീവനെ ബന്ദിയാക്കി സിയോ അങ്ങനെ ലാബിലേക്ക് കടന്നെത്തി. പക്ഷേ അവിടെ എത്തിയതും ലീഡറിന്റെ ഭാവം മാറി. ലീഡർ ഉടനടി സ്റ്റീവനെ വെടിവെച്ചു കൊന്ന് സിയോയെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞൊടിയിടയിൽ പ്രവർത്തിച്ച സിയോ ആകട്ടെ ബുള്ളറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമല്ല ചെയ്തത്, ആ ലീഡറെ തന്റെ കയ്യിൽ ബന്ദിയാക്കുകയും ചെയ്തു. പിന്നാലെ എമിക്കടുത്ത് അവൻ പറഞ്ഞു, വേഗം ബാക്കിയുള്ള ബന്ദികളുമായി നീ രക്ഷപ്പെട്ടു പോകണം. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. വില്ലന്മാരുടെ ലീഡർ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കൃത്യമായ ഒരു അവസരം കൈവന്നപ്പോൾ അയാൾ എഴുന്നേറ്റ് തിരികെ ആക്രമിച്ചു. പെട്ടെന്നുള്ള ആ നീക്കത്തിൽ സിയോയുടെ അടിപതറി. പിന്നെ അവർ തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ സംഭവിക്കുകയാണ്. പിന്നാലെ വില്ലന്റെ ആളുകൾ തുടർച്ചയായി സിയോക്കെതിരെ വെടിയുതിർക്കാൻ ആരംഭിച്ചു. സിയോയും വിദഗ്ധമായി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഒടുവിൽ സ്റ്റീവിന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ ഒരു ഗ്രനേഡ് ഉപയോഗിച്ച് അവർക്കെതിരെ അതിട്ട് സിയോ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. സിയോ പിന്നാലെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ കേട്ടത് ഏമി സഹായത്തിനായി അഭ്യർത്ഥിച്ച് നിലവിളിക്കുന്നതായിരുന്നു. ശബ്ദം കേട്ടിടത്തേക്ക് സിയോ പോവാൻ തുടങ്ങി. ഒരു ചെറിയ വഴിയിലൂടെ സിയോ മറുപുറം താണ്ടിയപ്പോൾ അവന്റെ ട്രോമയ്ക്ക് അവൻ കഴിച്ചിരുന്ന മരുന്ന് അവന്റെ കയ്യിൽ നിന്ന് താഴെ വീണുപോയി. ഏമിയുടെ കരച്ചിൽ കേട്ട് ആ വഴിയിലൂടെ പോയ സിയോ കണ്ടത് ടീം ലീഡർ അഥവാ പ്രധാന വില്ലൻ കൊല്ലപ്പെടാതെ ഏമിയെ ബന്ദിയാക്കി തലയിൽ തോക്ക് ചൂണ്ടി നിൽക്കുന്നതായിരുന്നു. വില്ലന്റെ പക്കൽ തോക്കുള്ളതുകൊണ്ട് സിയോക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. സിയോയോട് തോക്ക് താഴെയിടാൻ വില്ലൻ ആവശ്യപ്പെട്ടു. വില്ലൻ പറഞ്ഞ പോലെ സിയോ തോക്കിട്ടു കൊടുത്തു. പിന്നാലെ ആ തോക്ക് അയാൾ കൈവശപ്പെടുത്തി. പിന്നാലെയാണ് വില്ലൻ ആ കാര്യം പറയുന്നത്. അവന്റെ തോക്കിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ലത്രേ. സിയോയുടെ തോക്കെടുത്ത് സിയോയുടെ വയറ്റിലും ഏമിയുടെ വയറ്റിലും അയാൾ വെടിയുതിർത്തു. പിന്നാലെ ഒരു മെറ്റൽ പൈപ്പ് ഉപയോഗിച്ച് രണ്ടുപേരെയും ക്രൂരമായി മർദ്ദിച്ച് കൊല്ലാനായിരുന്നു അറ്റാക്കേഴ്സിന്റെ ലീഡർ തീരുമാനിച്ചത്. ആദ്യം അയാൾ ഏമിയെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. സിയോയോട് അത് കണ്ടു നിൽക്കാൻ ആവശ്യപ്പെട്ടു. വേദന കൊണ്ട് ഏമി അലറി വിളിക്കുന്നുണ്ടായിരുന്നു. സിയോയുടെ മനസ്സിലൂടെ മുമ്പ് തന്റെ വീട്ടിൽ നടന്ന ആ സ്ഫോടനവും ഭാര്യ കൊല്ലപ്പെട്ട കാര്യവുമൊക്കെ ഓടിയെത്തി. ട്രോമ ബാധിച്ച അവന് എന്തെന്നില്ലാതെ അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മരുന്നും നഷ്ടപ്പെട്ടു പോയല്ലോ. സ്വയം കൺട്രോൾ ചെയ്യാൻ സിയോക്ക് സാധിക്കുന്നേയുണ്ടായിരുന്നില്ല. ഏമിയെ അടിച്ചിട്ട് അയാൾ നേരെ സിയോയെ ആക്രമിക്കാൻ സിയോക്കടുത്തെത്തി. പക്ഷേ ഇത്തവണ ഉള്ളിലുള്ള ഏതോ ഒരു കരുത്തുപയോഗിച്ച് തിരികെ ആക്രമിക്കാൻ സിയോ ധൈര്യം സംഭരിച്ചിരുന്നു. സിയോ അറ്റാക്കർ അടിക്കാൻ വന്നപ്പോൾ അവന്റെ കൈ തടഞ്ഞു. പിന്നെ അവിടെ നടന്നത് ശക്തമായ ഒരു ഏറ്റുമുട്ടലായിരുന്നു.
പക്ഷേ വയറ്റിൽ വെടിയുണ്ടയേറ്റ വ്യക്തിക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ്. ഇനിയും അങ്ങനെ നിന്നാൽ തനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് സിയോ തിരിച്ചറിഞ്ഞു. വില്ലന്റെ ശരീരത്തിലുള്ള ഗ്രനേഡ് തന്നെ എടുത്ത് അവനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കാനായിരുന്നു സിയോ പ്ലാൻ ചെയ്തത്. പക്ഷേ ഗ്രനേഡ് എടുത്ത് അത് ആക്റ്റീവ് ആക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഏമിക്ക് ജീവൻ ബാക്കിയുണ്ട് എന്ന് സിയോ മനസ്സിലാക്കി. താൻ കൊല്ലപ്പെട്ടാലും തന്റെ മകളെ സംരക്ഷിക്കണേ എന്ന് സിയോ വിളിച്ചു പറഞ്ഞു. പിന്നാലെ ഗ്രനേഡ് ആക്ടിവേറ്റ് ചെയ്തു. പിന്നാലെ അവിടെ ഒരു സ്ഫോടനം സംഭവിക്കുകയാണ്. കണ്ണു തുറക്കുമ്പോൾ സിയോ ടെസ്റ്റിംഗ് റൂമിലായിരുന്നു. തന്റെ ലൈഫിൽ നടന്നത് സിയോക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. ഏമി വിശദീകരിച്ചു കൊടുത്തു. സിയോ ആദ്യം മുതൽ കണ്ടതുമൊക്കെ മുഴുവൻ ഈ ഗെയിമിന്റെ ഈ ടെസ്റ്റിന്റെ ഭാഗമായിരുന്നു. സിയോയെ ഫസ്റ്റ് ടെസ്റ്റിന് കൊണ്ടുപോകുന്നു എന്ന കാഴ്ചയടക്കം അങ്ങനൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. സിയോക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. സിയോ ആ പരീക്ഷയിൽ വിജയിച്ചെന്നും സ്യൂട്ട് കൈകാര്യം ചെയ്യാനുള്ള ജോലി സിയോക്കായിരിക്കും ലഭിക്കുക എന്നും ഏമി അറിയിച്ചു. ഏമിയെ ജീവനോട് കണ്ട് സിയോക്ക് അപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ കടന്നുപോയതത്രയും ഒരു ഫേക്ക് ഇവന്റ്സ് ആയിരുന്നുവെന്നും ഏമി ജീവനോടെയുണ്ട് എന്നതും സന്തോഷത്തോടെ സിയോ നോക്കി കണ്ടു. അധികം വൈകാതെ സിയോയുടെ മകളുടെ ഓപ്പറേഷനും കഴിഞ്ഞു. അവൾ സുഖപ്പെട്ടു. പുതിയ ജോലിയുമായി സിയോ സന്തോഷത്തോടെ ജീവിക്കും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.